റബ്ബില്ലാലമിനായ തമ്പുരാനെ, എന്റെ മോനിതെന്തു പറ്റി? ഈയിടെയായി അവനാകെ മാറിപ്പോയിരിക്കും. ഡൽഹിക്ക് പഠിക്കാൻ പോയതാ. ഇപ്പൊ പഴയ പോലെ കളിയുമില്ല, ചിരിയുമില്ല. അവന് വേണ്ടി എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു. ഉമ്മയില്ലാത്ത കുറവ് ഇന്നുവരെ ഞാൻ വരുത്തിയിട്ടേയില്ല. മോനെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? വാപ്പ ഉറങ്ങിയില്ലേ? ഞാൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. നിനക്കിതെന്താ പറ്റിയത്? നീയിടെയായി ഒന്നിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ, കോളേജിലും പോകുന്നില്ല. നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ. എനിക്കൊന്നുമില്ല, എല്ലാം വാപ്പയുടെ തോന്നലാണ്. എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാൻ കിടക്കട്ടെ. നമ്മുടെ പദ്ധതികളൊന്നും ഒരാളും അറിയാൻ പാടില്ല. അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഷാനവാസ്, നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഇവർ രണ്ടുപേരും അവിടെയുണ്ടാകും. ആ സമയം റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടാകും. നാളത്തെ പകൽ നാട് ഞെട്ടിവിറക്കണം. മാരക ശക്തിയുള്ള ബോംബാണിത്. നിമിഷ നേരം കൊണ്ട് 100 കണക്കിന് ആളുകളെ ചുട്ടുചാമ്പലാക്കാൻ ഇതിന് കഴിയും. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും നാം നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. അതിന് ആര് തടസ്സം നിന്നാലും അവരെ ഇല്ലാതാക്കണം. മോനെ, ആ പോയവർ ആരാണ്? അവരെന്താ നിന്നോട് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിനാണോ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? നീ പഠിച്ച് നല്ലൊരു ഉദ്യോഗം നേടി സന്തോഷമായി ജീവിക്കുന്നതെല്ലാം സ്വപ്നം കണ്ടത് വെറുതെയായില്ലേ? നീയൊരു ഇസ്ലാമല്ലേ? നിനക്കിതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? അതെ, ഞാനൊരു ഇസ്ലാമാണ്. ദീനിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. എന്നെ തടയരുത്. ഇല്ല, സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വാപ്പയ്ക്ക് ഒന്നും അറിയില്ല. നമുക്ക് ചുറ്റും സാമ്രാജ്യത്തെ അധിനിവേശത്താൽ കൊന്നെടുക്കപ്പെടുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കണം. നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീരിന് പകരം ചോദിക്കണം. എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, നിന്റെ മാർഗം തെറ്റാണ്. ഈ തെറ്റു ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇല്ല വാപ്പ, വാപ്പയ്ക്കെന്നല്ല ആർക്കും എന്നെ തടയാനാവില്ല. മോനെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നീ ഇത് ചെയ്യരുത്. വാപ്പ, എന്നെ തടയരുത്. നിനക്ക് പോകണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം. അതല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നിനക്ക് സാധിക്കില്ല. എന്റെ ലക്ഷ്യം നേടാൻ അത് ചെയ്യണമെങ്കിൽ ഞാൻ അതിനും മടിക്കില്ല. നിനക്കെന്നെ കൊല്ലാനും മടിയില്ലല്ലേ? വിടാൻ ഷാനവാസ്, നീ പോകരുത്. നിന്റെ വാപ്പയാണ് പറയുന്നത്. ഷാനവാസ്, പോകരുത്. മോനെ, എന്റെ മോനെ,
നീ ഇത് ചെയ്യരുത്.